ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും വരിക. ഇന്ന് നമുക്കൊരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകാനുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ ഒരു മനോഹരമായ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ചെറിയ വീടുകളൊക്കെ കാണാം. ഇതൊരു റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിനിടയിലൂടെയാണ് ഈ വഴി അങ്ങോട്ടേക്ക് പോകുന്നത്. റബ്ബർ തോട്ടത്തിനിടയിലൂടെ നമുക്കൊരു 1/2 കിലോമീറ്ററോളം നടന്നു പോകേണ്ടതുണ്ട്. ഇതിൻ്റെ മറുഭാഗത്തായി വലിയ പാറകളും കാണാം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇത്രയും നല്ല പരിസ്ഥിതിയിൽ അത് പാറയുടെ ഓപ്പോസിറ്റ് സൈഡിന് പാറ പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കാം. അത് നമുക്ക് പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ളത് നമുക്ക് ഈ വലിയ പാറയുടെ മുകളിലേക്ക് കയറുക എന്നുള്ളതാണ്. ഇതെല്ലാം അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരാണ്. ഈ വലിയ പാറയുടെ മുകളിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ പടിയെല്ലാം കയറി വേണം അങ്ങോട്ടേക്ക് പോകാൻ. നമ്മളെപ്പോലെ ഉള്ളവരൊക്കെ നല്ല ക്ഷീണിക്കുന്നുണ്ട്. പാറയുടെ മുകളിൽ നിന്ന് ചുറ്റിലും നോക്കുമ്പോൾ അതിമനോഹരമായ വ്യൂ നമുക്ക് കാണാം. സൂപ്പർ വ്യൂ ആണ്. ഈ പാറയുടെ മുകളിലൂടെ ആൾക്കാർ നടക്കുന്നത് കാണാം. മുകളിലൊക്കെ നടക്കുന്നത് കാണാം. ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലം കൂടിയാണിത്. താഴെയായി വെള്ളം ഒഴുകുന്നതും നമുക്ക് കാണാം. പിന്നെയുള്ളത് ആ പാറയുടെ മുകളിൽ നിന്നുള്ള ഇറക്കമാണ്. ഇറങ്ങുമ്പോൾ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഇനി നമ്മൾ കാണുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് കയറിയത് വെറുതെ ആയില്ല എന്ന് നമുക്ക് തോന്നി. എല്ലാവർക്കും ഇവിടെ ഇറങ്ങി കുളിക്കാം. ഇവിടെ ആ നിൽക്കുന്ന ഭാഗത്തൊന്നും ഒരു ആഴവുമില്ല. നല്ല അടിപൊളി വെള്ളച്ചാട്ടം, ശുദ്ധമായ വെള്ളവും. നമ്മുടെ ടീം എല്ലാവരും ഇവിടെ ഇറങ്ങി കുളിച്ച് ഇഷ്ടം പോലെ നമുക്ക് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ വരാൻ യാതൊരു ഫീസോ എൻട്രൻസ് ഫീസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇവിടെ വരുന്നവർക്ക് മാക്സിമം എൻജോയ് ചെയ്യാവുന്നതാണ്. വിനോദയാത്രയ്ക്ക് വരുന്ന സഞ്ചാരികൾക്കുള്ള സൗകര്യാർത്ഥം ഇവിടെ ഒരു കട പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചായയും സ്നാക്സും ഒക്കെ അവിടെ നിന്ന് കഴിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസും എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുളിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ലോക്കർ ഫെസിലിറ്റീസും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോക്കറിന് ഇവർ 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി 10 രൂപ കൊടുക്കേണ്ടി വരും. പല വെള്ളച്ചാട്ടങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ആംബിയൻസോടുകൂടിയുള്ള ഒരു വെള്ളച്ചാട്ടം, നമുക്ക് ഇറങ്ങി കുളിക്കാനുള്ള ഒരു സൗകര്യം, ഇതൊക്കെ നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ സ്ഥലം. ഇതാണ് ഇടുക്കി ജില്ലയിലെ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം. ആനയാടിക്കുന്നെന്നും പ്രത്യേകിച്ച് വേറൊരു പേരും കൂടെ ഉണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമായതിനാൽ നമുക്ക് ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ലതുപോലെയും കാണാൻ പറ്റും. ഇവിടെ വരുമ്പോൾ നല്ല ഹോട്ടലുകളൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡ് നേരത്തെ തന്നെ പറഞ്ഞ് ഇവിടെ എത്തിക്കുകയാണ് ചെയ്തത്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു കടയാണ് ഇത്. ഇതാണ് ആ ചേട്ടൻ്റെ കട. പേരും കൂടെ ഒന്ന് പറയും. വെള്ളത്തേക്കാളും 3 അടിയും കൂടെ വെള്ളം കൂടും, അതേ ഉള്ളൂ. ഏറ്റവും നല്ല മഴക്കാലമാണ് ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത്. സീസൺ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസം വരെ വെള്ളമുണ്ട് ഇവിടെ. അതാണ് ഫെബ്രുവരിക്ക് ശേഷം നടക്കുന്നതിന് മഴത്തിൻ്റെ ഇല കൊഴിയും, പിന്നെ വെള്ളം അഴുക്കാവും. അതുകൊണ്ടാണ്. എന്നാലും ആൾക്കാർ വരുന്നുണ്ട്. ഈ പാറയും നല്ലൊരു അന്തരീക്ഷമാണല്ലോ, അത് ആസ്വദിക്കാൻ വേണ്ടി വരുന്നവരുണ്ടാവും. ഇല്ലില്ല, നമുക്കിപ്പോൾ നിലവിലുള്ള വെള്ളത്തിൽ നിന്ന് ഒരു 3 അടിയും കൂടെയാണ് മാക്സിമം വെള്ളം കൂടാറ്. അതേ ഉള്ളൂ. അപ്പോൾ അടിപൊളി ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നവർ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം കൂടി വന്ന് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.